ഈ ഒരു കുരുവിപ്പാപ്പ എന്ന പടത്തിൽ സുചേട്ടൻ ശരിക്കും മുഴുന്നുകളല്ലേ ത്രൂ ഔട്ട് ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഷൂട്ട് സമയത്തൊക്കെ പോയായിരുന്നു ചേച്ചി? ഷൂട്ടിന് പോയിട്ടില്ല. എല്ലാ വിശേഷങ്ങളും എന്നെ വന്ന് അറിയിക്കുമായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കാണണം മൂവി. കാരണം ഞാൻ ഇത്രയും നാൾ ചെയ്ത ക്യാരക്ടർ അല്ല ഇതിൽ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താ പറയുക, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം ഒരുമിച്ച് കാണാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും എന്താ പറയുക, എനിക്ക് ആൾ പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളെൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ ഇവിടെ എന്താ പറയുക, ആളുടെ പ്രസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ ചെയ്ത ശേഷം ഈ ഡബ്ബിങ് വന്ന സമയത്ത് വേറെ ആളെ വെച്ചിട്ടാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചേച്ചിയുടെ ഡിസ്കഷനോ എന്തെങ്കിലും? ഇല്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേച്ചിയുടെ ഡബ് ആരാ സൗണ്ട് അപ്പം പറഞ്ഞാൽ അതുപോലെ ഒരാൾ സൗണ്ട് ചേച്ചിയുടെ പോലെ തന്നെ സംസാരിക്കുന്ന ഒരാൾ ഉണ്ട്. അപ്പോൾ അവരാണ് അത് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിലായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഇന്ന് വന്നപ്പോഴും ഈ ബിഗ് സ്ക്രീനിൽ ചേട്ടനെ ഒന്നുകൂടി കാണാൻ പറ്റി. ഭയങ്കര എന്താ പറയുക, ഇനിയിപ്പോൾ ഒന്നാം തീയതി എന്താ പറയുക, എനിക്ക് പ്രഷറോട് പറയാനുള്ള കുരുവിപ്പാപ്പ എല്ലാവരും വിജയിപ്പിക്കണം. കാരണം അത്രയും നല്ല ഞാനിപ്പം ഇവിടെ വന്നപ്പോഴും അതിന് മുന്നേ സൂചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന പോലെയാണ് ഈ കഥ എന്നിട്ട്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, മനസ്സിന് ഭയങ്കരമായിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്നൊരു മൂവി തന്നെയാണ്. അതുപോലെ എല്ലാം ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. പിന്നെ തീർച്ചയായിട്ടും ഒന്നും കൂടെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് എൻ്റെ പേഴ്സണലായിട്ട് ഒരുപാട് സന്തോഷം. ഈ പ്രൊഡ്യൂസേഴ്സിനോടാണെങ്കിലും ഡയറക്ടർ, അതുപോലെ സുജനെ വിളിച്ച ഈ ക്രൂ, കുരുവിപ്പാപ്പയുടെ ക്രൂ എല്ലാവരും, അതുപോലെ ഒരു എന്താ പറയുക, ആ മോള് നല്ലതായിട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. എല്ലാവരും മോളെ കുരുവിനെ എല്ലാവരും സ്വീകരിക്കാൻ തന്നെ എനിക്ക് ഉറപ്പുണ്ട്. ഓൾ ദ ബെസ്റ്റ്. എങ്ങനെയാണ് ഇപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീടിൻ്റെ പണിയൊക്കെ അതിൻ്റെ എന്തൊക്കെയാണ് ചേച്ചി? വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. വയറിങ്, ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നു. പിന്നെ സുചേട്ടൻ എവിടെയും പോയില്ലല്ലോ, ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പറയും. ഇത് കാണുന്നവർ പറയാം വട്ട് മേടിച്ചത്, പക്ഷെ എനിക്ക് എൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു പ്രസൻസ് എനിക്ക് അനുഭവിക്കുന്നുണ്ട്. അല്ല, ഈ പ്രസ് മീറ്റിൽ വന്ന് ഇരുന്നപ്പോഴും ചേച്ചി ഇരിക്കുന്ന സമയത്ത് സുധിയേട്ടനാണ് എല്ലാവർക്കും ഓർമ്മ വന്നത്. തീർച്ചയായിട്ടും ഏട്ടൻ ഇരിക്കേണ്ട സ്ഥാനത്താണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. മീൻസ് അങ്ങനെയല്ല പറഞ്ഞത്, ഏട്ടനാണ് അവിടെ ഇരിക്കേണ്ടത്. എന്നെ കൊണ്ടുവരുന്നതാണ്, ഒരുമിച്ചാണ് നമ്മളിതെല്ലാം എല്ലാത്തിനും പോകണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഏട്ടൻ്റെ ആ എന്നാ ആളെന്നുള്ള ആ പ്രസൻസ് ഇല്ലെങ്കിലും ആളുടെ ആ സോള് ഉണ്ടാവും കൂടെ തന്നെ ഉണ്ടാവും. ചേട്ടനോട് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ എപ്പോഴും വിളിക്കാറുണ്ടോ, കോൺടാക്ട് ചെയ്യണം, എങ്ങനെയാണ് ശരിക്കും? അവര് ഫ്രീ ടൈമിൽ വിളിക്കാറുണ്ട്. ലക്ഷ്മി ആണെങ്കിലും ചിന്നി വിളിക്കാറുണ്ട്. ഓക്കെയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് ജീവിതം? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. മകൻ്റെ പഠിത്തമല്ലേ എന്തോ? മോൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 2 മക്കളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോവാണ് നാട്ടിൽ, വീട്ടിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഇപ്പോൾ 1-ാം തീയതി അപ്പോൾ ചേട്ടൻ ഒന്നും കൂടി നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണാം. അതായത് ത്രൂ ഔട്ട് ആയിട്ടുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, മനസ്സിലായി. എനിക്ക് ഈ ഒരു സിനിമ തന്നെ കേട്ടപ്പോൾ തന്നെ ഇമോഷണലായിട്ട് നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. ഇപ്പോൾ ഏട്ടനെ കൂടെ കാണുമ്പോൾ കരഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇറക്കത്തുള്ളൂ. ഭയങ്കര ഒരു ഫാമിലി ആയിട്ടാവും അതോ മക്കള് വരാണ്ടാവും സിനിമ 1-ാം തീയതി വരും. എല്ലാവരും കൂടിയിട്ടോ? ഇവരുടെ ഒപ്പം തന്നെ ഇരുന്ന് കാണും.